ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. വേറെ എവിടേക്കല്ല, കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഉമ്മാനിയന് പിന്നെ മാമി പിന്നെ കസിൻസൊക്കെ ഉണ്ട്. വണ്ടി പോകുമ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ തിന്നിട്ടൊക്കെയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ലുലു മോളിലെത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഉള്ളിലോട്ടാണ് കയറിയപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണൊടുക്കിയത് ഈ ഒരു ഭാഗത്തായിരുന്നു, സ്റ്റാർബക്സിൽ. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കരുത്, കാരണം നമുക്കത് പറ്റൂല. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടാ. അല്ലെങ്കിൽ ഞാൻ കയറിയിരുന്നിട്ടാ. പിന്നെ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോൾ ഫുൾ ചോക്ലേറ്റ് ആയിരുന്നു. നമ്മളെ കണ്ണിൽ പിന്നെ ചെറിയ ചെറിയ മുട്ടായികളൊന്നും കാണൂല, വലിയ വലിയ മുട്ടായികളെ കാണുള്ളൂ. ഒരു ചോക്ലേറ്റ് അവിടെ കണ്ടടാ, ഏതാ? നമ്മൾ കുനാഫ ചോക്ലേറ്റ്. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ച് പോന്നു. പിന്നെ ഞങ്ങൾ വേറെ മുട്ടായി വാങ്ങിയിട്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഓരോ സാധനങ്ങൾ എടുക്കും, പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നെ വെക്കും, പിന്നെ എടുക്കും, പിന്നെ അതേപോലെ തന്നെ വെക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാപാര നടക്കും. അതേ ഞങ്ങളെ പണി. നമ്മൾ കണ്ണൊക്കെ ഉടക്കലിടുന്ന ലിപ് ബാം, സൺസ്ക്രീന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മളവിടെ സ്റ്റോപ്പ് ആവല്. ഉമ്മാർ പിന്നെ പാത്രങ്ങൾ കണ്ടാൽ അവിടെ സ്റ്റോപ്പായി. പിന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കുറേ ടൈം ഞങ്ങളത് ബൈക്കാണ്. ഈ ഒരു ഭാഗം കണ്ടപ്പോഴാണ് സ്കൂൾ തുറക്കാനായി എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാവരും അവിടേക്ക് പോയി. ബാഗ്, വാട്ടർ ബോട്ടിൽ, കുട, അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് നോക്കുന്നുണ്ട്. ഈ വാട്ടർ ബോട്ടിലൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയതാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എത്ര വലിയ കുട്ടികളായി എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മളെ കണ്ണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിരിക്കും. ആരത് പോയില്ലെങ്കിലും ഇൻ്റേത് പോകും. എന്ത് ക്യൂട്ടായ സംഭവം കണ്ടാലും ഞാൻ അങ്ങവിടെ കുറേ നേരം നോക്കി ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വലിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ബോട്ടിൽ ഇതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആരും വെള്ളം കൊണ്ടുപോകലില്ല, അതാണ് സത്യം. പുസ്തകം തന്നെ കൊണ്ടുപോയാൽ വലിയ കാര്യം. പെന്നൊക്കെ പിന്നെ നമ്മൾ ചോദിച്ച് വാങ്ങണം, ക്ലാസ്സിൽ നിന്നൊക്കെ ചോദിച്ച് വാങ്ങലാണ് പതിവ്. നമ്മൾ വാങ്ങണ പെന്നും പിന്നെ ഓരോരുത്തരോട് ഇരന്ന് വാങ്ങണ പെന്നും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിനൊരു വേറെ സുഖം തന്നെയാണ്. പിന്നെ ഒരു സർക്കിൾ ബോട്ടിലുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഞാൻ ആലോചിക്കണം ഇതിലെങ്ങനെ വെള്ളം കുടിക്കുന്നതാണ്. കുടിക്കാൻ പറ്റുന്നതുകൊണ്ടാവുമല്ലോ ഒരിങ്ങനത്തെ കുപ്പി ഇറക്കിയിട്ടുണ്ടാവുക. ഞാൻ ആദ്യം വിചാരിച്ചു അത് ഗ്ലാസ്സാണ്, പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് കണ്ടടാ, നല്ല ഭംഗിയിട്ട് കാണാൻ. അതായത് അതിൻ്റെ വയറുമ്പോൾ അങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ണിങ്ങനെ ഉന്തി വരും. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു സെക്ഷൻക്കാണ്. എന്താണെന്നാ എല്ലാം കൂടി കാണുമ്പോൾ ഇങ്ങനെ തള്ളിയിടാനൊക്കെ തോന്നുന്നത്. പിന്നെ അവിടെ നിന്നില്ല, പെട്ടെന്ന് പോകുന്നു. കാരണം തള്ളിയിടാൻ തോന്നിയിട്ട് തള്ളിയിട്ടാൽ പിന്നെ അതിൻ്റെ ബില്ലൊക്കെ നമ്മൾ തന്നെ അടിക്കേണ്ടി വരുള്ളൂ. പിന്നെയും ബോട്ടിലുള്ള സെക്ഷനിലേക്ക് തന്നെ വന്ന് കണ്ടടാ, എനിക്ക് പറ്റിയ ഫുൾ ബോട്ടിൽസ് ഉണ്ട് ഇവിടെ. അതായത് ഫുൾ എസ്തെറ്റിക്കായ ബോട്ടിൽസ്. ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഈ കാണുന്ന മുകളിലുള്ളതുണ്ടല്ലോ, ഈ പിങ്ക്. എന്ത് രസമാണ് കാണാനും. പക്ഷെ വാങ്ങിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും വാങ്ങലുണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. അതിന് നമുക്ക് ഇതിങ്ങനെ ഒന്നിയും കൊണ്ട് നടക്കാം, അതേ നമ്മളെ കൊണ്ട് നടക്കുകയുള്ളൂ. ആ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ കുപ്പി ഗ്ലാസ്സാണ്. അപ്പോൾ മാമയും ഉമ്മയും എടുത്തേക്കണേ. അടുത്തത് ഞങ്ങൾ പോയത് ഫുഡുള്ള സെക്ഷനിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ണിൽ പെട്ടത് ഈ ലോലിപോപ്പാണ്. പക്ഷേ ഈ കാണുന്ന ഭംഗിയേ ഉള്ളൂ, തിന്നാൻ ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഒരു വട്ടം തിന്നതാണ്. പക്ഷേ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും, ചെറിയ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഒരു ചെറിയൊരു പട്ടി ഷോ ആണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് ഗെയിമുള്ള സെക്ഷനിലേക്കാണ്. അവിടെ ഫുൾ മക്കൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്കെന്താ വീഡിയോ എടുക്കും വേണം, പിന്നെ കാണും വേണം. പക്ഷേ ഫാമിലി എന്നെ കാത്തു നിൽക്കണില്ല, അവരവരെ പാട്ടിന് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊറിയൻ ഡ്രാമയാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മൾ നടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, പക്ഷേ കിട്ടൂല. അപ്പോൾ നമ്മൾ നടൻ വന്നിട്ട് എടുത്തു കൊടുക്കും. അങ്ങനത്തെ കുറേ സീനൊക്കെ ഞാൻ കണ്ടിക്കണ്. അപ്പോൾ അതൊന്ന് ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമുക്കൊന്നും ആരും എടുത്തു തരാനില്ല, വിഷമമൊന്നുമില്ല. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വേറെ എവിടേക്കുമല്ല, താഴത്തേക്കാണ് പോണത്. ഇനി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണം. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ലുലു മാൾക്ക് വരുന്നത്. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാവ പോയിക്കണ്. ബാവ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമിൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ പോയത് സാഗർ റെസ്റ്റോറൻറ്റിലേക്കാണ്. കോഴിക്കോട് 2 സാഗർ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ട് സാഗർ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഉച്ച നേരത്തല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊന്നും സ്ഥലം കിട്ടിയില്ല. ഞങ്ങൾ മുകൾക്ക് പോയി എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സീറ്റ് കിട്ടിയത്. റെസ്റ്റോറൻറ്റിനെ പറ്റി ഒന്നും പറയാനില്ല. അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരു റിച്ച് ആയിട്ട് തോന്നിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തു, പിന്നെ സീറ്റ് കിട്ടിയിട്ട് അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആൻഡ് സാദാ ചോറായിരുന്നു. എല്ലാ സ്ഥലത്തും ഓരോ ആളെങ്കിലും ഉണ്ടാവും.
ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അതിപ്പോൾ വലുതാവട്ടെ ചെറുതാവട്ടെ വലിയ കടയിൽ മെനു കാർഡൊക്കെ നോക്കും. പക്ഷേ ലാസ്റ്റ് പറയണത് എന്താ, ബിരിയാണി. അതിലേ അവസാനിക്കുള്ളൂ. ഞാൻ കഴിച്ചത് പിന്നെ സാദാ ചോറാണ്. പിന്നെ എൻ്റെ കസിനുണ്ട് നിഹാല്, അവന് പിന്നെ എവിടെ പോയാലും ബിരിയാണി ഇല്ലാതെ എനിക്ക് ഇറങ്ങൂല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. കോഴിക്കോട് വന്നിട്ട് SM സ്ട്രീറ്റിലേക്ക് പോവാതെ എങ്ങനെ ഗൈസ്? ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ എസ്തറ്റിക് ആയിട്ടുള്ളൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങണം എന്നുള്ളത്. അതായത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊരു ലുക്കുള്ള ഐറ്റം ഡ്രസ്സ് വാങ്ങണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങി. വേറെ ഇതുമല്ല, ഡിസ്പ്ലേക്ക് വെച്ചില്ല, അത് ആ യെല്ലോ കളറ് അതാണ് ഞാൻ വാങ്ങിയത്. ഇവിടേക്ക് ഞാൻ പിന്നെ വന്നിക്കണേ, പിന്നെ ഈ കടയിലേക്കും വന്നിക്കണേ. ഇവിടുന്ന് 2 ടോപ്പ് എടുത്തിരുന്നു ഞാൻ. റേറ്റ് 500 ആയിരുന്നു. ഒരു ടോപ്പിന് 250 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കടയിലും ഇങ്ങനെ തേരാപ്പാരം ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഒരു കടയിൽ കയറും, അവിടെ നിന്ന് ഇറങ്ങും, പിന്നെ അടുത്ത കടയിൽ കയറും, പിന്നെ ഇറങ്ങും. അങ്ങനെ ഓരോ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ഉണ്ട് ലിയ, അവൾ പിന്നെ ഒരു ടോപ്പ് ഇട്ട് നോക്കി, പക്ഷേ അവൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അത് ഞങ്ങൾ എടുത്തില്ല. ആരെങ്കിലും SM സ്ട്രീറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മക്കളായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അവരെ കൈ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അവരെ വിട്ടാൽ പിന്നെ അവർ കടയിലിങ്ങനെ പലതും കാണുമ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് പോവും. അങ്ങനെ ഒരു കുട്ടീനെ അവിടെ മിസ്സായിക്കണ്. ഒരു പോലീസുകാരൊക്കെ അങ്ങനെ തിരയുണ്ടായിരുന്നു. ചെറിയ കുട്ടീനെ കാണാനില്ലായിരുന്നു. എപ്പോഴും നല്ല തിരക്കാവും അവിടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്നു. പിന്നെ ചെറിയ കടയിൽ കയറിയിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണ്. എനിക്ക് ഈ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിടൊന്നുമില്ല, കാണാൻ ഇഷ്ടമാണ്. വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങും ഓരോന്നിൻ്റെ ചൊറിച്ചിൽ. എൻ്റെ കൈ തട്ടുക, ഫോണ് തട്ടുക, എടുക്കാൻ സമ്മതിക്കില്ല ഗൈസ്. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ നോക്കുകയാണ്. പിന്നെ സ്ലൈം കണ്ട്, പിന്നെ ഇത് ക്ലേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഓരോ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലൊക്കെ കണ്ടിരിക്കണം, പക്ഷേ നമ്മളത് വാങ്ങിയില്ല. ഇത് പിന്നെ നിങ്ങൾ കാര്യമാക്കണ്ട, ഒരു പിരി ലൂസായ ആൾ ഓരോന്ന് കാട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ കുറേ നേരത്തെ നടത്തും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. SM സ്ട്രീറ്റിലേക്ക് വരുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് വരുന്നവരാണെങ്കിൽ കുട കയ്യിൽ വെച്ചിട്ട് വരിക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഗൈസ്. എൻ്റെ ബ്രദർ എന്തൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങിയെന്ന്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരമാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കാറിലെത്തി. അപ്പോൾ ഞങ്ങൾ വാങ്ങി വെച്ച ഡോണറ്റ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി തിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വേറെ എവിടേക്കല്ല, കോഴിക്കോട് വരെ വന്നിട്ട് ബീച്ചിൽ പോവാതെ പോയാൽ മോശമല്ലേ? അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോണത്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് പോലെ ഊഞ്ഞാലിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഈലിട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിക്കണം, കാരണം കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ എവിടെയോ ആണ് വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരികയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. ഭയങ്കര ചൂടായിരുന്നു, പക്ഷേ കാറ്റ് വീശുമ്പോൾ വലിയ ചൂടൊന്നും അറിയണില്ല. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഹംദാനും ജിനും ഇഷ്മലും ഇറങ്ങിയിരുന്നു. ഉമ്മയും മാമയൊന്നും ഇറങ്ങിയിട്ടില്ല, ഓരൊക്കെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയോക്കി, കടലിന് അങ്ങോട്ട് പോയോക്കി. അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ നേരം ബീച്ചിലിരുന്നിക്കണം എല്ലാവരും. ആരെങ്കിലും വീഡിയോ കാണുന്നിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യൂ നല്ല രസമാണ് കാണാൻ. അതായത് ആ സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ കടൽമക്ക് ഇങ്ങനെ തട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അതിങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്. ജിനും നിഷുവും അമ്തും ഒക്കെ നല്ല കളിയിലാണ്. അവർക്ക് ബീച്ചിലേക്ക് വന്നാൽ മതി, വന്നാൽ പിന്നെ ഇറങ്ങും, പിന്നെ കയറാനാണ് പണി. അപ്പോൾ ഞാൻ ജിനുവിനോട് പറഞ്ഞു എൻ്റെ പേരൊന്ന് എഴുതി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതി തന്ന്, പക്ഷേ കൊളായി. അപ്പോൾ ഒന്നുകൂടി മായ്ച്ചിട്ട് എഴുതി തരാമെന്ന് പറയുമ്പോഴത്തേന് കടൽ വന്നിട്ട് എൻ്റെ പേര് കൊണ്ടുപോയി. അപ്പോൾ അവരവിടെ നല്ല കളിയിൽ, ഞാനും നിയാലും ലിയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇമ്മയും മാമയും ഒക്കെ അവിടെ ഇരുന്നിട്ട് ഓരോ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ബീച്ച് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരില്ലാത്ത ചെറിയ ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ കടലൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കടലൊക്കെ തിന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും തേരാപ്പാര നടന്ന് അങ്ങനെ സമയം രാത്രിയായി. ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സാധനം കണ്ടത്. എന്താ, നമ്മൾ ബബിൾ ടീ അങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ അത് കുറേ നാളത്തെ ആഗ്രഹിക്കുന്നു കുടിക്കണം എന്നുള്ളത്. ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നത് സാധിച്ചു. സംഭവം ഓക്കെ. എന്നാൽ നല്ല ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു പരിസരത്തിന് ഭംഗി അറിയണമെങ്കിൽ രാത്രി തന്നെ പോകണം. നല്ല ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡിന്നർ
ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നു. ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറാട്ടയും പിന്നെ ബട്ടർ ചിക്കനും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ കാലിട്ടാക്കുമ്പോൾ അതിങ്ങനെ പൊന്തുട്ടെ. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നിരുന്നത് ഉമ്മയും പിന്നെ എൻ്റെ കസിൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കസിൻസും ഞാനും സീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ സീറ്റ് പൊന്തും. അപ്പോൾ ഉമ്മ എല്ലാം പേടിച്ച്. അങ്ങനെ ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഊഞ്ഞാലാടി. നല്ല രസമാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബീച്ചുമാണ്. അവിടുത്തെ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് അവിടെ. അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.